മീര ജീവിതത്തിൽ തീരെ പ്രതീക്ഷിക്കാതെ ഒറ്റയ്ക്കായി പോയവരാണ് താനും ഞാനുമെല്ലാം. ഇപ്പോഴെനിക്ക് വീണ്ടും എൻ്റെ ജീവിതം ഒന്നുകൂടെ തുടങ്ങണമെന്നുണ്ട്. ആ ജീവിതത്തിൽ എൻ്റെ പാതിയായി താൻ വേണമെന്നും. സമ്മതമാണോ തനിക്ക്? തീരെ പ്രതീക്ഷിക്കാതെ ദേവൻ ചോദിച്ചതും മീരയാകെ പതറിപ്പോയി. AC മുറിയായിട്ട് കൂടി അവൾ ആകെ വിയർത്തു. ഒന്നും പറയാതെ ദേവന് മുമ്പിൽ നിന്നിറങ്ങി നന്ദനയോട് കാര്യങ്ങൾ പറയുമ്പോഴും അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാലും നന്ദനെ, ദേവൻ സാറിന് എന്നോട് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. എനിക്കത് അപ്പോഴേ തോന്നിയിരുന്നു മീര. നല്ലവനാണ് ദേവൻ സാർ. നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവും നിങ്ങളുടെ വിവാഹം. നീ സമ്മതിക്കടി. നന്ദന പറഞ്ഞത് കേട്ടതും മീര തൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നായി വീണ്ടും അവൾക്ക് മുമ്പിൽ നിരത്തിയതും അവൾ ദേഷ്യത്തിൽ മീരയെ നോക്കി. മനുഷ്യന്മാരായാൽ ഇടയ്ക്കെങ്കിലും മനുഷ്യരെ പോലെ ജീവിതം ആസ്വദിക്കണം മീര. അല്ലാതെ നിന്നെപ്പോലെ എപ്പോഴും വീടും ഓഫീസും മാത്രമായി ജീവിതം ജീവിച്ച് തീർക്കരുത്. ഇടയ്ക്കെങ്കിലും അവനവന് വേണ്ടി ജീവിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാടാവാതെ. നന്ദന മീരയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞിട്ടും മീര ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു. പിന്നീട് അവൾക്കൊരു നേർത്ത പുഞ്ചിരി നൽകി മീര നന്ദനയെ മറികടന്ന് തൻ്റെ ബാഗും എടുത്ത് ഓഫീസിന് പുറത്തേക്ക് നടന്നു. MDയുടെ ക്യാബിനിൽ ഇരുന്നപ്പോഴും ദേവൻ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നത് പുറത്തേക്ക് നടക്കുന്നതിനിടയിലും മീര കാണുന്നുണ്ടായിരുന്നു. എന്തെന്നറിയാതെ അപ്പോഴവളുടെ ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരി വിടർന്നു വന്നു. ചേച്ചി, ഞാൻ പറഞ്ഞ ചുരിദാർ വാങ്ങിയോ? ബസ്സിറങ്ങി വീടിൻ്റെ പടി കടന്നകത്തേക്ക് കാൽ വെച്ചതും മീര അവൾക്കടുത്തേക്ക് വന്നു. മീരയുടെ കയ്യിൽ കവറുകളൊന്നും കാണാതെ വന്നതും മീര ദേഷ്യത്തിൽ മീരയെ നോക്കി. ചേച്ചി, ഞാൻ എത്ര പ്രാവശ്യമായി ചേച്ചിയോട് പറയുന്നു എനിക്കൊരു പുതിയ മോഡൽ ചുരിദാർ വാങ്ങിത്തരാൻ. എൻ്റെ ഓഫീസിൽ എല്ലാവരും ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സ് കാണണം. ഞാൻ മാത്രമാണ് ഒന്നുമില്ലാതെ. ചേച്ചിക്കിന്ന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ, എന്നിട്ട് എന്താ വാങ്ങാത്തത്? മീന ദേഷ്യത്തോടെ മീരയോട് ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ വീടിനകത്തേക്ക് നടന്നു. ഉമ്മറത്ത് അവളെയും കാത്തുന്ന പോലെ നിൽക്കുന്ന അമ്മയുടെയും അനിയൻ്റെയും മുഖം കണ്ടതും അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു. നീ ഞാൻ പറഞ്ഞ സാധനങ്ങളൊന്നും വാങ്ങിയില്ലേ മീരയെ? അമ്മ ദേഷ്യത്തിൽ ചോദിച്ചതും മീര മറുപടി ഒന്നും പറയാതെ അനിയൻ്റെ മുഖത്തേക്ക് നോക്കി. അവനെന്താണ് പറയാനുള്ളതെന്നറിയാൻ. ചേച്ചി, എനിക്ക് ബൈക്കിൻ്റെ തിരിച്ചടവിനുള്ള പൈസ. മീരയുടെ നോട്ടം തൻ്റെ മുഖത്തെത്തിയതും മാധവ് പറഞ്ഞു വന്നത് പൂർത്തിയാക്കാതെ അവളുടെ മുഖത്തേക്ക് നിന്നു. മീര അവനെ ഒന്നുകൂടി നോക്കി. ഒന്നും മിണ്ടാതെ തൻ്റെ മുറിക്കുള്ളിലേക്ക് നടന്നു. തൻ്റെ നിറമിഴികൾ അവർ കാണരുതെന്ന വാശിയോടെ. തൻ്റേതെന്ന് കരുതി താൻ സ്നേഹിച്ചവർക്കെല്ലാം ആവശ്യം തൻ്റെ പണം മാത്രമായിരുന്നെന്ന തിരിച്ചറിവിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. മഹേട്ടൻ്റെ കൈപിടിച്ച് ഈ വീട്ടിലെ മരുമകളായി താൻ വന്നു കയറിയത് തൻ്റെ കുടുംബത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ടായിരുന്നു. സമ്പത്ത് കൊണ്ടും പാരമ്പര്യം കൊണ്ടും തൻ്റെ വീട്ടുകാർ മഹേട്ടൻ്റെ വീട്ടുകാരേക്കാൾ ഉയർന്നവരായതിനാൽ താനും മഹേട്ടനും തമ്മിലുള്ള ബന്ധത്തെ തൻ്റെ വീട്ടുകാർ എതിർത്തു. ഒടുവിൽ എല്ലാവരെയും ഉപേക്ഷിച്ച് മഹേട്ടൻ്റെ മാത്രമായി തീർന്നപ്പോൾ സന്തോഷമായിരുന്നു മനസ്സ് നിറയെ. ആഗ്രഹിച്ച മോഹിച്ച ജീവിതം, സ്വന്തമായ സന്തോഷം. മഹേട്ടൻ്റെ അമ്മയ്ക്കും അനിയനും അനിയത്തിക്കും ഇഷ്ടമായിരുന്നു തന്നെ. അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരെ ഉപേക്ഷിച്ചതിൽ ഒരിക്കലും കുറ്റബോധവും സങ്കടവും തോന്നിയില്ല. സ്വപ്ന തുല്യമായിരുന്നു ജീവിതം 3 വർഷം മുമ്പ് വരെ. വിവാഹം കഴിഞ്ഞ് 1 വർഷം തികയും മുമ്പേ ഒരപകടത്തിൽ മഹേട്ടൻ തന്നെ തനിച്ചാക്കി പോയതും ഒരു മരവിപ്പായി മനസ്സിലാക്കി. ആദ്യമെല്ലാം സ്നേഹത്തോടെ തന്നോട് പെരുമാറിയിരുന്ന മഹേട്ടൻ്റെ അമ്മ പിന്നീട് എപ്പോഴെല്ലാമോ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. മഹേട്ടൻ മരിച്ചത് തൻ്റെ ദോഷം കൊണ്ടാണെന്ന് അമ്മ പറഞ്ഞതും തകർന്നുപോയി താൻ. ജീവിതം മുമ്പിലൊരു ചോദ്യചിഹ്നമായി മാറുന്നത് പിന്നീട് തിരിച്ചറിഞ്ഞപ്പോൾ പതറി തുടങ്ങിയിരുന്നു താൻ. തിരിച്ചു ചെല്ലാൻ സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല എന്ന തിരിച്ചറിവ് മനസ്സിന് നൽകിയത് വലിയൊരു വേദന മാത്രമാണ്. ഒടുവിലൊരു ജോലി കണ്ടെത്തി ആരെയും ആശ്രയിക്കാതെ തൻ്റെ ജീവിതം താൻ മെല്ലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലും തിരിച്ചറിയുന്നുണ്ടായിരുന്നു മഹേട്ടൻ്റെ വീട്ടുകാർക്ക് താൻ വെറുമൊരു കറവപ്പശു മാത്രമാണെന്ന്. സ്വന്തമായി ജോലിയും വരുമാനവും ഉള്ളവരാണ് മഹേട്ടൻ്റെ സഹോദരങ്ങൾ. പക്ഷെ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നടത്താൻ തൻ്റെ ശമ്പളം വേണമായിരുന്നു. അമ്മയ്ക്കും ഇവിടുത്തെ വീട്ടു ചിലവുകൾക്ക് തൻ്റെ ശമ്പളം വേണമായിരുന്നു. തനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് പോലും ആരും തിരക്കാറ് കൂടിയില്ല.
ചിന്തകൾക്ക് ഭാരം കൂടി ഓർമ്മകൾ മനസ്സിനെ കാർന്നു തിന്നാൻ തുടങ്ങിയതും മീര വേഗം സാരി മാറ്റി അടുക്കളയിലേക്ക് നടന്നു. തന്നെയും കാത്തവിടെ ജോലികൾ ഒരുപാടുണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ആരോടും പരാതി പറയാതെ അവ ഓരോന്നും ചെയ്യുന്നതിനിടയിൽ മഹിയേട്ടൻ്റെ അമ്മ തന്നെ നോക്കി നിൽക്കുന്നത് മീര കാണുന്നുണ്ടായിരുന്നു. മീരെ, പതിവിലധികം കനത്തോടെ അമ്മയുടെ വിളി വന്നതും അവൾ അവരെ നോക്കി. മീരെ, എന്താണ് നിന്റെ ഉദ്ദേശം? അമ്മ ചോദിച്ചതും മീര അവരുടെ മുഖത്തേക്ക് നോക്കി. എനിക്കെന്തുദ്ദേശമാണമ്മേ? അവൾ മറുചോദ്യം ഉന്നയിച്ചു. അല്ല, കഴിഞ്ഞ 1-2 മാസമായിട്ട് നിന്റെ ശമ്പളം നീ ഇവിടെ ചിലവാക്കുന്നില്ല. ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ ഇവിടുത്തെ രീതിക്ക് വേണം, അതല്ലെങ്കിൽ പടിക്ക് പുറത്താണ് നിന്റെ സ്ഥാനം. അമ്മ പറഞ്ഞത് കേട്ടതും മീരയുടെ മുഖത്തൊരു പരിഹാസ ചിരി വിരിഞ്ഞു. എനിക്കറിയാം അമ്മേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്യാവശ്യമുള്ള പണമെടുത്തിട്ട് ബാക്കി നാളേക്കായി മാറ്റിവെച്ചത്. അവൾ പറഞ്ഞതും അമ്മ ദേഷ്യത്തിൽ ഓരോന്നും വിളിച്ചു പറയാൻ തുടങ്ങി. മഹിയുടെ മരണം മുതൽ ഇപ്പോൾ അവൾ ജോലിക്ക് പോകുന്നത് വരെയുള്ള കാര്യങ്ങളിൽ അനാവശ്യം ചേർത്തവർ പറയാൻ തുടങ്ങിയതും മീര ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് നടന്ന് വാതിൽ വലിച്ചടച്ചു. പിറ്റേന്ന് രാവിലെ തൻ്റെ വസ്ത്രങ്ങളടങ്ങിയ ബാഗും എടുത്ത് ആ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പടിയിറങ്ങുമ്പോൾ അവളുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ പോലും പൊടിഞ്ഞില്ല. മീരയുടെ ഇത്തരമൊരു പ്രവൃത്തിയിൽ ഞെട്ടി വീട്ടിലെ മറ്റുള്ളവർ ഉമ്മറത്ത് നിൽപ്പുണ്ടായിരുന്നു. നന്ദനയ്ക്കൊപ്പം MDയുടെ ക്യാബിനിൽ ദേവന് മുന്നിൽ നിൽക്കുമ്പോൾ പതറാതെ മീര ദേവന്റെ മുഖത്തേക്ക് നോക്കി. ഒരിക്കൽ എല്ലാവരെയും ഉപേക്ഷിച്ച് സ്വന്തം ജീവിതം നോക്കി ഇറങ്ങി വന്നവളാണ് ഞാൻ. ഒടുവിൽ ഒന്നുമില്ലാതെ, ആരുമില്ലാതെ പെരുവഴിയിൽ ഒറ്റപ്പെട്ടു പോയി. ഇനിയൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് ആലോചിക്കണം. അതിനുള്ള സാവകാശം സാർ എനിക്ക് തരുകയാണെങ്കിൽ. മീര പറഞ്ഞതും ദേവന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു, പുതിയ പ്രതീക്ഷയുടെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.